പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുകയാണ്. ഇതിനിടെ ഇറാനെതിരെ നീക്കവുമായി അറബ് യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. ഇന്നലെയാണ് അറബ് യൂറോപ്യൻ രാജ്യങ്ങളുടെ യോഗം ചേരുകയും ഇറാനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത്. 12ഓളം അറബ് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഒപ്പം ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്കായി കൈകോർക്കാൻ UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്സ്, ജപ്പാൻ എന്നീ രാജ്യങ്ങളും രംഗത്ത് വന്ന പശ്ചാത്തലം നിർണായകമാണ്. കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്രയ്ക്ക് സഹായമൊരുക്കുമെന്ന് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. അതേസമയം ഇറാന്റെ വാതകപ്പാടം ആക്രമിച്ചതിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയും നിർണായകമായ ഒന്നാണ്. US-നെ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് വലിച്ചിട്ടിട്ടില്ല. പ്രതീക്ഷിക്കുന്നതിലും വേഗം നിലവിലെ സംഘർഷങ്ങൾ അവസാനിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ പശ്ചാത്തലമുണ്ട്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം ഇത്തരം വിമർശനങ്ങൾക്കിടയിലും അതിശക്തമായി തുടരുന്ന പശ്ചാത്തലവും ഏറെ നിർണായകമാണ്. അങ്ങനെ ഗൾഫിനെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം, ഗൾഫിലെ എണ്ണപ്പാടങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമൊക്കെ ഇറാൻ തുടരുന്ന സാഹചര്യം ചില്ലറ പ്രതിസന്ധിയല്ല ആ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. റമദാൻ മാസത്തിൽ ഇത്തരം ആക്രമണങ്ങൾ സഹോദര രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചില്ല എന്ന ഖത്തറിൻ്റെ പ്രസ്താവന ഇതിൻ്റെ സൂചനയാണ്. ഏതായാലും ഏറ്റവും ഒടുവിൽ ഈ രാജ്യങ്ങൾ ഒന്നിക്കുകയാണ്. അവർ ഇറാനെതിരെ രംഗത്ത് വരുന്നു. പ്രമേയം പാസ്സാക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാവുകയാണ്. അജയ്, സുധ, ബിജു, ഏറ്റവും പ്രധാനം ഗൾഫ് രാജ്യങ്ങളുടെ ഈ ആശങ്കയാണ്. പ്രത്യേകിച്ചും എണ്ണപ്പാടങ്ങൾക്ക് നേരെ പരസ്പരം ആക്രമണം നടത്തിയാൽ അത് ലോകത്തുണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കും, സംശയമില്ല. അതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ ഇപ്പോൾ? രഞ്ജിത്ത്, നമ്മൾ കുറച്ചു മുമ്പേ കേരളത്തിലുള്ള ചെറിയ പെരുന്നാൾ വിശേഷങ്ങൾ, അതിൻ്റെ ഈദ്ഗാഹുകളുടെ കാഴ്ചകളെല്ലാം കണ്ടു. എന്നാലിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊട്ടാകെ ഈ ഈദ്ഗാഹുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈദ് ആഘോഷങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഒരു വലിയ കൊടുമ്പിരി കൊണ്ടുവരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഈദ് ആഘോഷങ്ങളുടെ പൊലിമ അത് കെടുന്ന ഒരു അവസ്ഥയെ നമുക്ക് കാണാൻ സാധിച്ചു. ഈ ഒരു അവസ്ഥയിലാണ് നിരവധി ഏതാണ്ട് 12ഓളം അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഇറാനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുമായി രംഗത്ത് വരുന്നത്. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്കായി നേരത്തെ കപ്പലുകളും അതുപോലെ തന്നെ യുദ്ധോപകരണങ്ങളും അയക്കാൻ മടിച്ചിരുന്ന ചില രാജ്യങ്ങളും മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ ഇറാനെതിരെ കൂടുതൽ രാജ്യങ്ങൾ ഒന്നിക്കുന്ന ഒരു നീക്കമാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഒരു വലിയ ട്രിഗർ പോയിന്റ് ആയത് ഖത്തറിലെയും സൗദിയിലെയും എണ്ണപ്പാടങ്ങൾ അതുപോലെ തന്നെ ഗ്യാസ് പ്ലാന്റുകൾ കേന്ദ്രീകരിച്ച് ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണമാണ്. ഇതിലൊരു ന്യായീകരണമായി അവർ പറയുന്നത് തെക്കൻ ഇറാനിലെ ഒരു ഗ്യാസ് പ്ലാന്റിന് നേരെ നടന്നിട്ടുള്ള ആക്രമണമാണ്. ഇവിടേക്ക് ആക്രമണം നടന്നത് കാരണം തന്നെ അയൽ രാജ്യങ്ങളിലെ ഇത്തരം ഗ്യാസ് പ്ലാന്റുകളിലേക്കുള്ള ആക്രമണം അത് ഇറാൻ കടുപ്പിക്കുകയായിരുന്നു. ഇതിൽ ഇറാന്റെ ഒരു ന്യായീകരണമായി പറയുന്നത് അയൽ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങൾ യഥാർത്ഥ ശത്രുക്കളെ തിരിച്ചറിയുന്നില്ല, ഇറാനെ അനാവശ്യമായി കുറ്റപ്പെടുത്തുകയാണ്. അമേരിക്കയും ഇസ്രായേലും ഈ സമീപ രാജ്യങ്ങളിലുള്ള സൈനിക ബേസുകൾ ഉപയോഗിച്ച് ഇറാനെതിരെ നീക്കം നടത്തുകയാണ്. ഇത്തരത്തിൽ US-ന് സൈനിക സഹായങ്ങളും അതുപോലെ തന്നെ അവരുടെ താവളങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുകയും വഴി ഈ അയൽ രാജ്യങ്ങൾ കൂടി ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിൽ പങ്കാളികളാവുകയാണ്. ഇവർക്ക് കൂടി ഇത്തരം ആക്രമണങ്ങളിൽ കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നൊരു നിലപാടാണ് ഇറാൻ ഇപ്പോൾ തുടർച്ചയായി എടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി അടക്കം വ്യക്തമാക്കിയിരുന്നു, ആക്രമണങ്ങൾ ഇറാനിലെ എണ്ണപ്പാടങ്ങളും ഗ്യാസ് പ്ലാന്റുകളും കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയാൽ തങ്ങളുടെ തിരിച്ചടി ശക്തമാക്കുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി അതിനെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. സൗദി അറേബ്യയും കടുത്ത നിലപാട് തന്നെയാണ് ഇറാനെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല, വളരെ കടുത്ത ആക്രമണം തന്നെയാണ് ഇറാൻ നടത്തുന്നതെന്നാണ് സൗദി നിലപാട് സ്വീകരിച്ചത്. സൗദിക്കൊപ്പം 12 അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ കൂടി ഇറാനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ ജപ്പാനോടൊപ്പം ചേർന്ന് ഇപ്പോൾ ഇറാനെതിരെ ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ്. UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്സ്, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് ഇറാനെതിരെ നിലവിൽ ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത്. UK പ്രധാനമന്ത്രിയായിട്ടുള്ള ഈ കീർ സ്റ്റാമറിന്റെ ഓഫീസ് വഴിയാണ് ഇത്തരമൊരു പ്രസ്താവന നിലവിൽ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിലവർ ഇറാന്റെ ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നുണ്ട്. അതുപോലെ ഹോർമുസിലുള്ള സുഗമമായിട്ടുള്ള കപ്പൽ ഗതാഗതത്തിന് തങ്ങൾ സുരക്ഷയൊരുക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്, ഇതിനു വേണ്ടി നീക്കങ്ങൾ നടത്തുമെന്നും ഈ രാജ്യങ്ങൾ ഇപ്പോൾ ഉറപ്പു നൽകുന്നു. അതായത് അമേരിക്ക ഇതിനു മുൻപ്
മുൻപേ ഹോർമുസിന്റെ രക്ഷയ്ക്കായി പല രാജ്യങ്ങളെയും സഹായത്തിന് വിളിച്ചിരുന്നു. ഇതിൽ തന്നെ ഈ ലിസ്റ്റിൽ തന്നെ UK, ഫ്രാൻസ്, അതുപോലെ ജർമ്മനി, ജപ്പാൻ എന്നീ രാജ്യങ്ങളെ അടക്കം അമേരിക്ക വിളിച്ചതാണ്. എന്നാൽ അന്നൊന്നും ഇവർ യുദ്ധ ഉപകരണങ്ങളും അതുപോലെ യുദ്ധക്കപ്പലുകളെയും അയക്കാൻ സന്നദ്ധരായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ രാജ്യങ്ങൾ തന്നെ ഒരു സംയുക്ത പ്രസ്താവനയിലൂടെ ഈ ഹോർമുസിന്റെ രക്ഷയ്ക്കായി എത്തുമെന്ന് പറയുന്നു. ഇറാൻ അവിടെ ഈ ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിച്ചത് വഴിയും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തുന്നത് വഴിയും അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുകയാണ്. ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര കപ്പൽ പാത തടഞ്ഞിടുന്നത് അത് ആഗോള പ്രതിസന്ധി ഉണ്ടാക്കും, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഈ രാജ്യങ്ങൾ നിലവിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇറാന്റെ ശക്തമായിട്ടുള്ള ആക്രമണം ഇന്നത്തെ ഇപ്പോൾ ഈദ് ദിവസമായിട്ട് പോലും പശ്ചിമേഷ്യയിൽ തുടരുന്നു എന്ന് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ UAE, ബഹ്റൈൻ, അതുപോലെ ഖത്തർ എന്നീ രാജ്യങ്ങൾ ഇന്ന് രാവിലെ തന്നെ നിരവധി ഡ്രോണുകൾ ഇന്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സൗദി അറേബ്യയിലേക്ക് മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇവയെല്ലാം പ്രതിരോധിച്ചതായിട്ടാണ് നിലവിലുള്ള വിവരം. ഇന്നലത്തേതുപോലെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അമേരിക്കയുടെ ഒരു F-35 വിമാനം ഇറാൻ തകർത്തതായിട്ടുള്ള വിവരമുണ്ട്. ഈ വിമാനത്തിലേക്ക് ശക്തമായിട്ടുള്ള ആക്രമണമുണ്ടായി. തുടർന്ന് ഈ F-35 തീപിടിക്കുകയായിരുന്നു. അങ്ങനെ തീപിടിച്ചതിനെ തുടർന്ന് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വന്നു. എന്തായാലും പൈലറ്റ് സുരക്ഷിതനാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. F-35 എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മുന്തിയ ഇനം യുദ്ധവിമാനങ്ങളിലൊന്നാണ്. ഏതാണ്ട് $100 മില്യൺ ഒരു വിമാനത്തിൻ്റെ ചെലവെന്ന് പറയുന്നത്. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ US-ന്റെ ഏതാണ്ട് 16ഓളം വിമാനങ്ങളാണ് ഇറാൻ തകർത്തത്. ഇതിൽ 10 എണ്ണം ഡ്രോൺ ആക്രമണത്തിലാണ് തകർന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതുപോലെ ഇസ്രായേൽ നിലവിൽ ഇന്നലെ തെക്കൻ ഇറാനിലുള്ള ഈ ഗ്യാസ് പ്ലാന്റിന് നേരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്ക് യാതൊരുവിധ പങ്കുമില്ല, ഇസ്രായേലാണ് പൂർണ്ണമായും ഈ ഒരു ആക്രമണം നടത്തിയത്. എന്തായാലും US-ന്റെ അഭ്യർത്ഥന മാനിച്ച് ഈ ഗ്യാസ് പ്ലാന്റുകളിലേക്കും അതുപോലെ തന്നെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലേക്കുമുള്ള ആക്രമണം ഇസ്രായേൽ നിലവിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ അമേരിക്കയെ ഒരിക്കലും ഇസ്രായേൽ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിട്ടിട്ടില്ല. നിലവിൽ ഈ യുദ്ധം ഒരുപാട് നാൾ നീളുമെന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നതിലും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ നെതന്യാഹുവിൻ്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഇസ്രായേൽ സൈന്യം ടെഹ്റാനിലേക്ക് ആക്രമണം കടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിരവധി സ്ഫോടനങ്ങളടക്കം അവിടെ കേട്ടതായിട്ടാണ് റിപ്പോർട്ട്. ഇതിനിടെ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ഇപ്പോൾ ഇന്ന് $115 പെർ ബാരൽ എന്നുള്ള വിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വില നിയന്ത്രിക്കുന്നതിന് വേണ്ടി അമേരിക്ക ഒരു കടുത്ത കൈ പ്രയോഗിക്കുകയാണ്. അതായത് ഇറാൻ ഓയിലിന് നേരെയുള്ള ഉപരോധം അമേരിക്ക നിലവിൽ പിൻവലിച്ചിട്ടുണ്ട്. ഇപ്പോൾ കടലിൽ മൊത്തത്തിൽ ഏതാണ്ട് 140 ബാരൽ ഇറാനിയൻ എണ്ണയാണ് കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള വിവരമുള്ളത്. ഇതിൻ്റെ ഒരു ഉപരോധം അമേരിക്ക പിൻവലിക്കുകയാണ്. ഇത്തരത്തിൽ മാർക്കറ്റിലേക്ക് കൂടുതൽ എണ്ണ എത്തിച്ച് ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരുന്നത് അതൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്തായാലും ഇറാനെതിരെ നിലവിൽ കൂടുതൽ രാജ്യങ്ങൾ കൂടി രംഗത്തെത്തിയ സാഹചര്യത്തിൽ യുദ്ധം അത് ഒരു സമവായത്തിലേക്ക് പോകുമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഗതി എന്താകുമെന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ലോകത്തെല്ലാവരും.